ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കോതിനാമ സംവത്സരം വരപ്പെട്ട ഞായറാഴ്ച ഏപ്രിൽ 14-ാം തീയതി 2024 വർഷത്തിലെ പുതിയ തമിഴ് പുത്താണ്ട് ആരംഭമാകുന്നത്. இந்த புத்தாண்டு சுதிரத்தில் கேரள பிராமண சபா സംസ്ഥാനം മുഴുവതുமாக സഭയ്ക്ക് വേണ്ട പ്രവർത്തന നിധി സമാഹരിക്കുന്ന ഒരു പദ്ധതി, ഒരു പരിപാടി സമ്പൂർണ്ണமான ഗൃഹസമ്പർക്കത്തോടുകൂടെ എല്ലാ അംഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബൃഹത്താന പരിപാടി கொஞ்சம் വർഷமாக നടത്തിയിട്ട് വരും. അവിടെ ഭാഗമായിട്ട് இந்த വർഷം നമ്മൾ 2024 கோதி நாம சம்பத்சரம் ஆரம்பிக்கிற சமயத்திலையும் அந்த ஒரு சம்பர்க்க பரிபாடி நடத்தணும். இதுவழி திரட்டப்பட்ட அந்த தனமானது സഭയോട് സാമൂഹ്യ ക്ഷേമமான പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കണം. അതോടൊപ്പം തന്നെ സഭ പ്രവർത്തിക്കണമെന്നാൽ ഭാരവാഹികൾ ഉപസഭാ സന്ദർശനം വേണം, സംസ്ഥാനം ഒട്ടുക്കും പര്യടനം നടത്തണം. സഭയെ ഒരു ജീവനുള്ള സഭയായിട്ടും സഭയുടെ സ്പന്ദനം എപ്പോഴും കാണുന്ന രീതിയിലെയും ഒരു പ്രവർത്തന നിരതമാക്കണം എന്ന ഉദ്ദേശം കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ചാൽ നല്ലൊരു നമുക്ക് പ്രവർത്തന നിധി ശേഖരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വരും കാലത്തിൽ നമുക്ക് நிறையா ക്ഷേമ പരിപാടികൾ ചെയ്തു. ക്ഷേമ പരിപാടി പ്രധാനമാണത് நிறைய நம்ம ആളുകൾക്ക് ആശുപത്രിയിൽ പ്രവേശിക്കേണ്ട ചില ആർക്കും വരപ്പെടാതെ അത് സംഭവിക്കുന്നത്. അതുമാതിരിയുള്ള ഘട്ടങ്ങളിൽ അവൾക്ക് സാമ്പത്തിക ഉദവി தேவையாയിരിക്കും. ഇത് നമ്മളിപ്പോൾ പരിപൂർണமாக பண்ண முடியறதில்லை. പ്രസിഡന്റോട് നിർദ്ദിഷ്ട അധികാരത്തിലിരുന്ന് 15,000 രൂപ വരെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടിരിക്കും. ഓരോ ഉപസഭയും ജില്ല വഴി സംസ്ഥാനത്തിൻ്റെ അത് അവരുടെ അപേക്ഷയെ നമ്മൾ സമർപ്പിക്കുന്ന സമയത്തിൽ നമ്മളത് പരിഗണിച്ചുകൊണ്ട് 15,000 രൂപ വരെ കൊടുത്തിട്ടുണ്ട്. മേലും പലർക്കും സഹായം ആവശ്യമാണുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു ഇൻഷുറൻസ് പദ്ധതി കട്ടായമായി നടപ്പിലാക്കണം. അതുകൊണ്ടുള്ള ആലോചനയും നടത്തിയിരുന്നതായിരിക്കും. ഏതാ പലരും സാമ്പത്തികമായിട്ട് നല്ല വരുമാനമില്ല എന്ന് മാത്രമല്ല, അസംഘടിത മേഖലയിൽ ജോലി ചെയ്തിരുന്നാൽ അവളോട് റിട്ടയർമെൻറ്റ് അല്ലാട്ട വിടവാങ്ങലിന് അപ്പുറം ഒരു സാമ്പത്തികமான വരുമാന സ്രോതസ് ഇല്ലാത്ത ഒരു സ്ഥിതി വിശേഷമാകും. എപ്പോഴും കഴിഞ്ഞുകൂടുക എല്ലാവരും. അതേ സമയത്തിൽ ഇതുമാതിരി രോഗങ്ങളാലെയും മറ്റ് പീഡനങ്ങളാലെയും അവൾക്ക് പ്രയാസം വരുമ്പോൾ നല്ല ഒരു തുക ഒരു സമയത്തിൽ ചെലവഴിക്കേണ്ടതാണ് വരും. അതുകൂടാതെ കുഴந்தைകളുടെ വിദ്യാഭ്യാസം ரொம்ப പ്രധാനം. വിദ്യാഭ്യാസം സർവ്വധനാണ് പ്രധാനം. ഇത് തുടങ്ങി പല ക്ഷേമകാര്യങ്ങൾക്കും വിദ്യാഭ്യാസം മാത്രമല്ല, കളിയിൽ കേമനാനാക്ക അവരോടൊന്ന് കഴിവ് പരിപൂർണ്ണം മുന്നോട്ട് കൊണ്ടുവരത്തക്കും. ഇപ്പോൾ കളിയിലാണേ ജീവിതം നടത്തലാം, പ്രൊഫഷണൽസ് ആയാലും പ്രൊഫഷണൽ രീതിയിൽ വർത്തക്കും ഉള്ള സഹായം, സംഗീതത്തിലെ പാഠവൽക്കരിക്കണം, മറ്റ് കലാഭിരുചികൾ എടുക്കണം. അപ്പോൾ അന്തമാരി കുഴந்தைകളെ പ്രോത്സാഹിപ്പിക്കണം. അവൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കുടുംബത്തിൽ അവളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ഥിതിവിശേഷം ഇരിക്കാതെ ഇത് തുടങ്ങി പല കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊണ്ടു എന്നാൽ നല്ലൊരു പ്രവർത്തന നിധി എല്ലാ വർഷവും ഉണ്ടാകാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് പല സാംസ്കാരിക പരിപാടികളും നമ്മ പൂജാകാര്യങ്ങളും എല്ലാം നമ്മൾ പണിട്ട് വരും. വിശേഷങ്ങൾ എല്ലാം പണിട്ട് വരും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇതേ വേളയിൽ അടുത്ത മാസം മെയ് 10-ാം തീയതി ശങ്കരജയന്തിയോടനുബന്ധിച്ച് സമർഷപുരം നടക്കുന്നത്. അപ്പോൾ കുഴந்தைகளுக்கு സമർഷപുരം പോടത്തുക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ള കുഴந்தைகளுக்கு പരിപൂർണ്ണ സൗജന്യമായിട്ട് തന്നെ കുടൽ പോടത്തങ്ങുള്ള അവസരം നമ്മൾ ഉണ്ടായി കൊടുത്തിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ തുടങ്ങി പല പരിപാടികൾക്ക് നമുക്ക് നിധി ശേഖരിച്ച് ക്ഷേമിച്ച് ഉണ്ടാക്കി നടത്താൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കാകണം.
ഇത് വിഷു കൈനീട്ട ബ്രാഹ്മണ സഭയ്ക്ക് എന്ന പരിപാടിയിലൂടെ ഏക്കം നമ്മൾ இந்த പ്രവർത്തന നിധി തിരട്ടൽ ആരംഭിച്ചു. ഇപ്പോൾ അതே രീതിയിൽ വിഷു കൈനീട്ട ബ്രാഹ്മണ സഭയ്ക്ക് എന്നതിന് ചുരുളുതാൻ அந்த நிதி சேகரண പരിപാടി നടന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ പങ്കുകൊള്ളണം. ഇത് ആവിർഭാവ സമയത്തിൽ എന്നെ ഉദ്ദേശിച്ച് കേട്ടാൽ ഒരു നാളത്തെ അവാർഡ് സമ്പാദ്യം സഭയ്ക്ക് പ്രതിവർഷം കൊടുക്കണം എന്ന രീതിയിലേക്ക്. പക്ഷേ പല സാഹചര്യത്തിനാലെയും അത് എല്ലാം പരിപൂർണ്ണം നടപ്പിലാക്കാൻ മുടിയില്ല. എന്നിരുന്ന പോലും നമുക്ക് കാലത്തിനനുസരിച്ച് നല്ല രീതിയിൽ ആളുകളെ അணுകി അവളെ ചൊല്ലി മനസ്സിലാക്കി നല്ലൊരു നീതി തരുന്നതിന് നമ്മൾ പ്രവർത്തകരും ഭാരവാഹികളും സമിതി അംഗങ്ങളും തയ്യാറാകണം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പലർക്കും ഒരാളുടെ പോയി ഒരു സംഭാവന വാങ്ങുறதுக்கு അല്ല സംഭാവന കേൾക്കறதுக்கு വിഷമമുണ്ട്. പക്ഷേ ഒരു പൊതു പരിപാടിங்கிறതിൽ പൊതുവാன ഒരു സാമൂഹ്യமான സേവനത്തിനാണ് വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കാവുന്ന കാര്യത്തിൽ ഒരു രീതിയും ഒരു ഉപേക്ഷയും ആർക്കും ആവശ്യമില്ല. നമുക്ക് വേണ്ടി നമ്മൾ കേൾക്കരുതില്ലേ. മൊത്തமாக நம்ம சமுதாயத்துக்கு வேண்டி പ്രവർത്തിക്കുന്നത് നമ്മൾ കേൾക്കണം. അതായത് ധൈര്യமாக കേൾക്കണം. കേൾക്കരുത് മടിക്കപ്പെടാതെ, പക്ഷേ സൗമ്യമാവും കേൾക്കണം. അവരുടെ പെരുമാറുന്നത് അങ്ങേയറ്റം സൗമ്യമായിട്ടും സ്നേഹത്തോടും കൂടിയായിരിക്കണം. അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയുടെ പ്രവർത്തന മാതൃകയിലെ നമുക്ക് ഈ ഇണങ്ങുന്ന പെരുമാറ്റം എന്നുള്ളൊരു സംഗതിയുണ്ട്. ആ മുതൽ അമ്പര നമ്മൾ മാതൃകാ പ്രവർത്തനത്തെ അതാ മലയാള സ്വരാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന പണിയെടുക്കും. എത്ര പേര് தெரியாது. എന്നാലും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം തുടങ്ങി നമ്മൾ ആത്മാർത്ഥമായ പ്രവർത്തനം, ഇണങ്ങുന്ന പെരുമാറ്റം, ഈശ്വര വിചാരം, ഏറ്റവും പ്രധാന ഉൾപ്പെടുത്തൽ, ഉൾക്കൊള്ളൽ. അതാണത് സമുദായത്തിൽ എല്ലാവരെയും നമ്മളോട് ചേർത്ത് കൊണ്ടുപോകണം. ഇവിടുത്തെ ചിലർത്തേയും നമുക്ക് കേൾക്കറത്തുള്ള മനസ്സിൽ ഉണ്ടാകണം. അക്സെപ്റ്റ് പണമെന്ന് അതാക്കി സ്വീകരിക്കറത്തുള്ള ഒരു മനസ്സിൽ ഉണ്ടാകണം. ഇത് തുടങ്ങി അംശമാൻ പോലെ വ്യാപിച്ച സൂര്യൻ എപ്പോഴും എല്ലായിടത്തെയും വ്യാപിച്ചിരിക്കോ അതേപോലെ നമ്മുടെ പ്രവർത്തനം എല്ലായിടത്തെയും വ്യാപിക്കണം. ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തന മാതൃകയാകും തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളത്. അപ്പോൾ அந்த രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ മുടിയണം. ഇനിയും വേലും നമുക്ക് പുതിയ പടവുകൾ സാധിക്കാൻ മുടിയണം. സാമ്പത്തികമായിട്ട് നമുക്ക് മുന്നേറാൻ മുടിയണം. എല്ലാ ബ്രാഹ്മണர்களுം തന്നെ ഏതോ രീതിയിലുള്ള ഒരു ബിസിനസ് பண்ணணும். എവരിബഡി ഷുഡ് ബിക്കം എ ബിസിനസ് മാൻ. അതുപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആത്ര എഴുത്തുവാക്കളെ ഇപ്പോൾ നിറയെ ബിസിനസ് பண்ணலாம். ഓൺലൈൻ ബിസിനസ് ഹാസ് ബിക്കം സോ കോമൺ. there's a platform called ONDC platform, ഓൺലൈൻ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്. അത് ONDC പ്ലാറ്റ്ഫോം. അതിൽ എല്ലാവർക്കുമേ അംഗമാകണം. അതിൽ അംഗമായതിനാൽ നമ്മളോടൊരു വിപണനം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പം ഇങ്ങനെ USA ഒരാളെ നമുക്ക് അനുഭവം அந்த രീതിയിൽ ഒരു അവസരം വരപ്പെട്ട സമയത്തിൽ சின்னதாக பப்படம் உண்டாக்குறது, அப்பளம் உண்டாக்குறது, கொண்டாட்டம் உண்டாக்குறது, உப்பிலிட்டு போடுறது, அச்சாம், இன்னொரு பேர் அச்சாம். അപ്പം அந்த மாதிரிയുള്ള പല സംരംഭങ്ങൾ നമ്മൾ തുടങ്ങും. അപ്പോൾ സംസ്ഥാന തലത്തിൽ നമ്മളോടാണ് ബ്രാൻഡ് ക്രിയേറ്റ് പണിക്കൊണ്ട് ഒരു മൊത്തം ഒരു മാർക്കറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കോമൺ ബ്രാൻഡ് നെയിമിൽ തുടങ്ങുന്നതും ഇപ്പോൾ ഒരു ഹോട്ടൽ എല്ലാ ജില്ലയിലെയും നമ്മൾ തുടങ്ങണമെന്നൊരു അഭിപ്രായം വന്നിട്ട് തീർച്ചയായിട്ടും നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ കുറഞ്ഞു വരപ്പെടുന്ന സാഹചര്യത്തിൽ പണ്ട് പല ബ്രാഹ്മണர்கள் സാപ്പിടും ഇടം എന്നുള്ള ചൊല്ലി ഹോട്ടൽ നടത്തിയിട്ടുണ്ടോ. അപ്പോൾ അന്ന രീതിക്ക് നമ്മളോട് സേവനം എല്ലായിടത്തും എത്തിക്കുന്നതിനുള്ള പല പരിപാടികൾ, ജൻ ഔഷധി കേന്ദ്രങ്ങൾ, MSMEs, സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ്, മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസ്, MSME ഇതിൽ ആരംഭിച്ച നിറയെ സഹായങ്ങൾ സർക്കാരിൻ്റെ നിന്നുണ്ട്. തൊഴിൽ തേടി പോகிறதுக்கு തൊഴിൽ ദാതാവായിട്ട് മാറുന്നതിന് നമ്മുടെ സമുദായത്തിലുള്ള അംഗങ്ങൾ തയ്യാറാകണം എന്നാണ് ആഹ്വാനം കൊടുത്തത്. ഇന്ന് നിറയെ അവസരങ്ങൾ ഇருக்கு. അതുപോലെ അവസരങ്ങൾ ഉങ്ങളെ കാണിച്ചു തരത്തക്കും അതിൽ ഉങ്ങളെ നയിக்கிறதுக்கும் സഭ പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതിലെല്ലാം നമുക്ക് പങ്കുചേരില്ല. അപ്പടി മൊത്തമായിട്ട് സഭയിലുള്ള എല്ലാ അംഗങ്ങളും തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സമീപനമായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. എടുപ്പോ നമ്മൾ മുന്നോട്ട് പോകും എന്ന് ചൊല്ലിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരണം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇന്ന് കേരള ബ്രാഹ്മണ പ്രവർത്തന നിധി ശേഖരണ പരിപാടിയിൽ എല്ലാ ബ്രാഹ്മണ കുടുംബങ്ങളും ചേരണമെന്നും
എല്ലാ ബ്രാഹ്മണാളും കേരള ബ്രാഹ്മണ സഭയോട് അംഗമായിരിക്കണം എന്നും ഞാൻ മിക പണികൾ മുൻ കേട്ടുകൊള്ളുകയും ലോക സമസ്ത സുഖിനൊപ്പം ജയ് കേരള.